ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ നാടകീയവും സംഘർഷഭരിതവുമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ആകെ അപമാനിതനായിട്ടാണ് രഞ്ജിത്ത് തിരികെ വീട്ടിലേക്ക് വരുന്നത്. രഞ്ജിത്തിൻ്റെ യഥാർത്ഥ മുഖവും അവനൊരു ഫ്രോഡാണെന്ന കാര്യവും നന്ദിനി വീട്ടിൽ ചെറുതായി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സൂര്യയ്ക്ക് ഇത് പണ്ട് മുതൽ തന്നെ അറിയാവുന്നതുകൊണ്ട് തുടക്കം മുതലേ സൂര്യ ആ ഒരു കാര്യം വീട്ടിൽ തുറന്നടിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ വന്നു കയറിയ ഹരിതയെ ഇട്ട് സൂര്യ ആവോളം ചൂടാക്കുകയാണ്. അന്തസ്സും സ്റ്റാറ്റസും പറയുന്ന നിങ്ങളുടെയൊക്കെ ഉയരങ്ങളേക്കാൾ വലിയ ഉയരത്തിലേക്ക് ഞാൻ എന്നെ നന്ദിനിയെ എത്തിക്കുകയടി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിതയെ തോളുകൊണ്ടൊരു തട്ടും തട്ടി നന്ദിനിയെ ചേർത്ത് പിടിച്ച് സൂര്യ കോണിപ്പടികൾ കയറി പോകുന്നു. അങ്ങനെ സൂര്യയുടെ പ്രവൃത്തിയിൽ ഹരിത ദേഷ്യം കൊണ്ട് പോകുകയാണ്. എൻ്റെ ഏട്ടനെ അപമാനിച്ച ആ വേലക്കാരി നന്ദിനിയെ ഞാൻ ഇവിടെ വെറുതെ വിടില്ല, അവളെ എനിക്ക് കൊല്ലണം എന്ന മനോഭാവത്തിലേക്ക് ഹരിത മാറുന്നു. അതേസമയം റൂമിലെത്തിയ ഇന്ദ്രജ അമ്മയോട് പൊട്ടിക്കരയുന്നുണ്ട്. അമ്മ നന്ദിനിക്കെതിരെ കുത്തുവാക്കുകൾ പറയുമ്പോൾ ഇന്ദ്രജ അത് തടയുന്നു. മതി അമ്മ, എനിക്ക് പേടിയാവുന്നു. ഇവിടെ സംഭവിച്ചത് എന്നെയാണ് ഒരാൾ ഇരുട്ടിൻ്റെ മറവിൽ കഴുപിടിച്ചത്. അവിടെ നന്ദിനി തെറ്റുകാരിയല്ല, അവൾ എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാടൻ കെടും എന്ന് ഇന്ദ്രജ സത്യം വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് പത്മ ആകെ ടെൻഷനിലാവുന്നുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ ആരാണ് ആ ഉപദ്രവം ചെയ്തത് എന്ന് പത്മേനിയും ചിന്തിക്കുന്നു. മാളിൽ വെച്ച് CCTV ക്യാമറയിലൊക്കെ തുണിയിട്ട് മറിച്ച് ഇത്രയും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിയത് രഞ്ജിത്ത് തന്നെയാണെന്ന് സൂര്യ ഉറപ്പിക്കുന്നു. അമേരിക്കയിൽ നിന്നും ഇന്നലെ വന്ന രഞ്ജിത്തിന് ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവൻ്റെ പിന്നിൽ വൻ പിന്തുണയുള്ള ആൾക്കാരുണ്ട്. രഞ്ജിത്ത് ചില്ലറക്കാരനല്ല എന്നുള്ളത് സത്യം കൂടി വരും എപ്പിസോഡുകളിൽ കൂടുതൽ വ്യക്തമാകും. മറ്റൊരു വശത്ത് സൂര്യ നന്ദിനിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മദ്യപിച്ചതിനെ തുടർന്നുള്ള വിഷമത്തിൽ നന്ദിനി മിണ്ടാതെ പൊതിച്ചു മൂടി കിടക്കുകയാണ്. നീ എന്തിനാ എന്നോട് പിണങ്ങുന്നത്? പിണങ്ങല്ലേടോ എന്ന് സൂര്യ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദിനി മറുപടി നൽകുന്നില്ല. ഈ സമയത്താണ് ഹരിതയുടെ പ്രതികാരം ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്ന ഹരിത എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദിനി രഞ്ജിത്തിൻ്റെ കഴുത്തിന് പിടിച്ച് രംഗോർത്ത് രോഷാകുലയാകുന്നു. അടുക്കളയിൽ പോയി വലിയൊരു കത്തിയെടുക്കുന്ന ഹരിത പാത്തും പതുങ്ങിയും മുകളിലേക്ക് കയറുന്നുണ്ട്. മുകളിലെ കോണിപ്പടിയിൽ സൂര്യയുടെയും നന്ദിനിയുടെയും വലിയൊരു ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും ഹരിതയുടെ നിയന്ത്രണം വിട്ടു പോവാണ്. എൻ്റെ ഏട്ടനെ കഴുത്തിന് പിടിക്കാൻ നിനക്ക് ഇത്ര ധൈര്യമുണ്ടോടി? ഹരിത ആരാണെന്ന് നീ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് കത്തി കൊണ്ട് നന്ദിനിയുടെ ചിത്രത്തിൻ്റെ കയ്യിലേക്കും കണ്ണുകളിലേക്കും കുത്തുന്നു. ഫോട്ടോയുടെ ഗ്ലാസ് ചിന്നിച്ചിതിരി താഴെ വീഴുന്നുണ്ട്. ഗ്ലാസ് ഉടഞ്ഞതിന് ശേഷവും നന്ദിനിയുടെ ഭാഗം മാത്രം എടുത്ത് കത്തി കൊണ്ട് കോറി വികൃതമാക്കി ഹരിത തൻ്റെ നെഞ്ചിലെ പക തീർക്കുകയാണ്. പിറ്റേന്ന് രാവിലെ രാജു അടുക്കളയിലേക്ക് പോകുമ്പോൾ കാലിൽ എന്തോ കുത്തുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുപ്പിച്ചില്ലുകൾ താഴെ കോണിപ്പടിയുടെ വശങ്ങളിൽ ആകെ കുപ്പിച്ചില്ലുകൾ ചിതറി കിടക്കുകയാണ്. രാജു മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ദാരുണമായ ആ കാഴ്ചയാണ്. സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോയിൽ നന്ദിനിയുടെ ഭാഗം മാത്രം ക്രൂരമായിട്ട് വലിച്ചു കീറി വികൃതമാക്കിയിരിക്കുന്നു. രാജു വേഗം ചൂലെടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നന്ദിനി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തകർന്ന ഫോട്ടോയും തൻ്റെ വികൃതമാക്കപ്പെട്ട ചിത്രവും കണ്ട് നന്ദിനി ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എൻ്റെ ഫോട്ടോയിൽ ആരെ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് നന്ദിനി പൊട്ടിക്കരയുന്നു. ഇതേ സമയം യതീന്ദ്രനും പത്മയും അങ്ങോട്ട് വരുന്നുണ്ട്. തകർന്ന ഫോട്ടോ കണ്ട് പത്മ സന്തോഷത്തോടെ വിഷം തുപ്പുകയാണ്. ഈ വീടിൻ്റെ സർവ്വ ഐശ്വര്യവും കളഞ്ഞിരുന്ന ശകുനം മുടക്കിയ ഈ സാധനമായിരുന്നു ആ ഫോട്ടോ. അത് ചെയ്തവർ ആരാണെങ്കിലും നല്ല ബുദ്ധിയുള്ളവരാണ്. എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ആൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പത്മയുടെ വാക്കുകൾ കേട്ട് യതീന്ദ്രൻ തടയുന്നുണ്ടെങ്കിലും പത്മ നിർത്തുന്നില്ല. ഇന്ദ്രജ, വേദ, വിജയ്, വന്ദന, ഉദയൻ, രഞ്ജിത്ത്, ഹരിത എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. ഹരിതയാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ വന്ന് സോഫയിൽ പോയിരിക്കുന്നു. സ്വന്തം മുഖം അങ്ങനെ വികൃതമാക്കപ്പെട്ടത് കണ്ട് നന്ദിനിക്ക് കോഫി ഉണ്ടാക്കാൻ പോലും കഴിയാതെ വിതുമ്പ് കരയേണ്ടി വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഹരിതയുടെ ക്രൂരത ഉടൻ തന്നെ പുറത്താവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫോട്ടോ കത്തികൊണ്ട് കുത്തിക്കീറിയ ഹരിതയുടെ പ്രവൃത്തി സൂര്യ അറിയുമ്പോൾ അവളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യവും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇന്ദ്രജയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച രഞ്ജിത്ത് കേവലം ഒരു തട്ടിപ്പുകാരൻ മാത്രമല്ല, വലിയ മാഫിയയുടെ ഒരു കണ്ണിയാണെന്ന് തന്നെ തെളിയാണ്. CCTV മറിച്ച് കൃത്യം നടത്തിയ രഞ്ജിത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ള കാര്യം വരുന്ന എപ്പിസോഡുകൾ പുറത്താകും. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.